ഹലോ എവരിവൺ. മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ 13ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീണ്ടും പ്ലാസ്മിഡ് വെക്ടറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ചോദ്യമാണ്. സോ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ദ മാപ്പ് ഓഫ് എ 4000 ബേസ് പെയർ പ്ലാസ്മിഡ് DNA മാർക്കിംഗ് ലൊക്കേഷൻസ് ഓഫ് ഡിഫറെന്റ് റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് സൈറ്റ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. അതായത് ഈ കാണുന്ന പ്ലാസ്മിഡ് വെക്ടറിന്റെ ടോട്ടൽ ബേസ് പെയേഴ്സ് എന്ന് പറയുന്നത് 4000 ബേസ് പെയേഴ്സ് ആണ് എന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിഫറെന്റ് റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ മാർക്കിങ്സും കാണിച്ചിട്ടുണ്ട്. ആൻഡ് ദ നമ്പേഴ്സ് ഇൻ ദ ബ്രാക്കറ്റ്, അതായത് ഈ ബ്രാക്കറ്റിലുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ദ ബേസ് പെയർ പൊസിഷൻസ് വേർ ദ എൻസൈംസ് കട്ട്. എവിടെയാണ് എൻസൈംസ് കട്ട് ചെയ്യുന്നത് എന്നുള്ള ബേസ് പെയർ പൊസിഷൻസുമാണ് കാണിച്ചിട്ടുള്ളത്. Okay, this plasmid is completely digested first with the combination of restriction enzymes PST1, HINE3 and then EcoR1 and SAL1. അപ്പോൾ 4 റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ടാണ് ഇയാളെ കട്ട് ചെയ്യുന്നത്. ദ ഫൈനൽ ഡൈജസ്റ്റഡ് പ്ലാസ്മിഡ് ഈസ് അനലൈസ്ഡ് ബൈ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് വെച്ചിട്ട് പ്ലാസ്മിഡിനെ അനലൈസ് ചെയ്തു. അപ്പം നമുക്കറിയാം ഫ്രാഗ്മെന്റ്സിന്റെ ലെങ്ത് അനുസരിച്ച് DNA സെപ്പറേറ്റ് ചെയ്യുന്ന, ഇലക്ട്രിക് ഫീൽഡിൽ DNA സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ലാർജർ ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സ് നെഗറ്റീവ് സൈഡിലും സ്മോളർ ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സ് പോസിറ്റീവ് സൈഡിലേക്കും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും, മൂവ് ചെയ്യും. അതാണ് ജെൽ ഇലക്ട്രോഫോറസിസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ തിയറിയിൽ നമ്മൾ വിശദമായിട്ട് നിങ്ങൾ പഠിച്ചതാണ്. യെസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് correctly represents the band sizes obtained on the gel. So നമ്മൾ ജെല്ല് റൺ ചെയ്തതിന് ശേഷം ഏത് രീതിയിലുള്ള ഓപ്ഷൻ ആണ് കിട്ടിയിട്ടുണ്ടാവുക, അതായത് ഫ്രാഗ്മെന്റിന്റെ സൈസിനനുസരിച്ച് ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതായിരിക്കും കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് ആണ്. പ്ലാസ്മിഡ് വെക്ടർ അതിന്റെ റെസ്ട്രിക്ഷൻ എൻസൈം അത് എവിടെയാണ് കട്ട് ചെയ്യുന്നത്, ആൻഡ് ജെൽ ഇലക്ട്രോഫോറസിസിൽ റൺ ചെയ്യുമ്പോൾ ഈ സൈസിനനുസരിച്ച് DNA സെപ്പറേറ്റ് ചെയ്യും എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളൂ. സോ നോക്കേ, അപ്പൊ 4 എൻസൈംസ് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. PST1 കട്ട് ചെയ്യും, HINE3 കൊണ്ട് കട്ട് ചെയ്യും, EcoR1 കൊണ്ട് കട്ട് ചെയ്യും, ആൻഡ് SAL1 കൊണ്ട് കട്ട് ചെയ്യും. സോ ഇവിടെ നോക്ക്, PST1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിന്റെ ബ്രാക്കറ്റിൽ 800 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് 800ാമത്തെ ബേസ് പെയറിൽ വെച്ചിട്ടാണ് ഈ PST1 കട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി EcoR1ന്റെ ബ്രാക്കറ്റിൽ 1700 എന്ന് കൊടുത്തിട്ടുണ്ട്. 1700 എന്ന് പറഞ്ഞാല് 1700ാമത്തെ ബേസ് പെയറിലാണ് EcoR1 കട്ട് ചെയ്യുന്നത് എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ ടോട്ടൽ പ്ലാസ്മിഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4000 ബേസ് പെയർ ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, 4000 ബേസ് പെയർ ആണ്. സോ നോക്കെ, ഇവിടെ നമ്മൾ ആദ്യം PST1 കട്ട് ചെയ്തു. PST1 കട്ട് ചെയ്തതായിട്ട് ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്തത് ഈ 4 എൻസൈംസ് കൊണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. EcoR1 കൊണ്ട് കട്ട് ചെയ്തു, HINE3 കൊണ്ട് കട്ട് ചെയ്തു, ആൻഡ് SAL1 കൊണ്ട് കട്ട് ചെയ്തു. ഇത്രയും കട്ടിങ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ കിട്ടുന്ന ഫ്രാഗ്മെന്റ്സ് ഏതൊക്കെയാണ് നോക്കാം. ഞാൻ ഇവിടെ എഴുതുന്ന 1ാമത്തെ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്, 2ാമത്തെ ഒരു ചെറിയൊരു കഷ്ണം ഇവിടെ ഉണ്ട്, 3ാമത്തെ കഷ്ണം എന്ന് പറയുന്നത് ഇതാണ്, ആൻഡ് 4ാമത്തെ കഷ്ണം എന്ന് പറയുന്നത് വലിയ ഒരു കഷ്ണമാണ്. അപ്പൊ 1ാമത്തെ കഷ്ണത്തിന്റെ വലുപ്പം ഞാൻ എഴുതാം. ഓരോ ഫ്രാഗ്മെന്റിന്റെയും ലെങ്ത് ആണല്ലോ നമുക്ക് വേണ്ടത്. ഓപ്ഷൻ നോക്കിയിട്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. യെസ്. അപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഇതാ ഇത്രയുമാണ് 1ാമത്തെ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ 1700, ഇവിടെ 800. അപ്പൊ ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? 1700 മൈനസ് 800 എത്രയാണ് ലെങ്ത് വരിക? 900 ആണ് ലെങ്ത് വരിക. ശരിയല്ലേ? യെസ്. ഇനി 2ാമത്തെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? 1920 മൈനസ് 1700. ഇതാണല്ലോ ലെങ്ത്. ഒരു ചെറിയൊരു കഷ്ണം DNA ആണ്. 1920 മൈനസ് 1700 എത്ര വരിക? 220. ശരിയാണല്ലോ. ഇനി 3ാമത്തെ കഷ്ണം നോക്ക്. 3ാമത്തെ കഷ്ണം എന്ന് പറയുന്നത് 2460 മൈനസ് 1920 എത്ര വരിക? 540 ആണ് ലെങ്ത് വരിക. ശരിയാണല്ലോ. യെസ്. ഇനി നോക്ക്, ഇവരുടെ ഈ പ്ലാസ്മിഡിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4000 ബേസ് പെയർ ആണല്ലോ.
അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ ഒരു പോയിന്റ് ഞാൻ റെഫറൻസ് 0 അല്ലെങ്കിൽ 4000 ബേസ് പെയർ എന്ന് എടുക്കുകയാണ്. അതായത് 0 എന്ന് ഇങ്ങോട്ടേക്ക് 800, ഇവിടെ എത്തുമ്പം 1700, ഇവിടെ എത്തുമ്പോൾ 1920, ഇവിടെ എത്തുമ്പോൾ 2460, ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഒന്നെങ്കിൽ 4000 നമ്മൾ പറയും, അല്ലെങ്കിൽ 0 എന്ന് പറയും. അങ്ങനെയാണല്ലോ ഈ സർക്കുലർ ആയിട്ടുള്ള പ്ലാസ്മിഡിന് 4000 ബേസ് പെയർ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം. യെസ്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രാഗ്മെന്റിന്റെ ഇതാണല്ലോ നമ്മുടെ 4ാമത്തെ ഫ്രാഗ്മെന്റ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇയാളുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇതുവരെയുള്ള പ്ലാസ്മിഡിന്റെ ലെങ്ത് പ്ലസ് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്. ശരിയല്ലേ? യെസ്. ഇതുവരെയുള്ള പ്ലാസ്മിഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം 4000 ആണ്. ഇവിടെ വരെ എന്ത് എത്തിയിട്ടുണ്ട്? ഇവിടെ തൊട്ട് ഇവിടെ വരെ 2460 എത്തിയിട്ടുണ്ട്. അപ്പൊ എത്ര ഉണ്ടാവും? 4000 മൈനസ് ഇത്രയും 4000 മൈനസ് 2460. അതാണ് ഇവിടെയുള്ള ലെങ്ത്. എവിടെയുള്ള ലെങ്ത്? ഇവിടെ വരെയുള്ള ലെങ്ത്. ഓക്കെ. ഇനി ഇതിനോട് എന്ത് കൂട്ടണം? ഇവിടെ വരെയുള്ള ലെങ്ത് കൂട്ടണം. ശരിയല്ലേ? ഇവിടെ വരെയുള്ള ലെങ്ത് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 800 ആണ്. അപ്പം ഇതിനോട് 800 കൂടെ ചേർത്താൽ മതി. ശരിയല്ലേ? സോ 4000 മൈനസ് 2460 പ്ലസ് അതിന്റെ കൂടെ 800 കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2340 എന്ന് കിട്ടും. ഇതാണ് ഈ 4 റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ച് കട്ട് ചെയ്താൽ ഉണ്ടാവുന്ന 4 ഫ്രാഗ്മെന്റ്സ് ഇതായിരിക്കും. ശരിയല്ലേ? ആ ഫ്രാഗ്മെന്റ്സിനെ കൃത്യമായിട്ട് ഏത് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്? 220, 540, 900 ആൻഡ് 2340. സോ ഓപ്ഷൻ എ ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ കോൺസെപ്ച്വലി റിച്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഐസറിന് വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഈ ഒരു സീരീസ് എത്തിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഐസറിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും ഇപ്പൊ ഐസറിൽ ജോയിൻ ചെയ്ത കുട്ടികളുമായിട്ടുള്ള ഒരു ഗ്രോയിങ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു നോട്ട് PDF ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അതും റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ നോക്കുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐസർ കോച്ചിങ് ആണെങ്കിൽ ഞങ്ങൾ ഐസറിന് വേണ്ടി മാത്രമുള്ള ഒരു ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റും വിസിറ്റ് ചെയ്യുക. സോ മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.